ഹലോ എവരിവൺ, എജു ഡൊമൈനിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വരാൻ പോകുന്ന വലിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. അത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മാസ് ലെവൽ റിക്രൂട്ട്മെന്റ് വരാൻ പോവുകയാണ്. ഏകദേശം 33,000 കൂടുതൽ വാക്കൻസിയിലോട്ടാണ് എക്സാം നടക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കുറച്ചൊന്ന് ഓടിച്ചിട്ട് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ FCIന്റെ ഈ വർഷത്തെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളതിന്റെ ഈ പിന്നെ എക്സാമിനെ പറ്റിയും ഈ പോസ്റ്റിനെ പറ്റിയും NHLനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വെബിനാറിനെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെബിനാറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് ഈ മാസം 22-നാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുന്നത് ലിങ്ക് കൊടുക്കുന്നുണ്ട്, ഗൂഗിൾ ഫോമിന്റെ. അത് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, വെബിനാറിൽ ഫ്രീ വെബിനാറാണ്, അതിലേക്ക് പങ്കെടുക്കാം. അപ്പൊ നമുക്ക് ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് നോക്കാം. ഈ FCIന്റെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അപ്കമിങ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നോട്ടീസ് FCI റിലീസ് ചെയ്തതാണ്. കഴിഞ്ഞ മാസമാണ്, ജൂലൈയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തത്. അപ്പൊ കഴിഞ്ഞ മാസം ഈ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാസം അടുത്ത മാസമൊക്കെ ആയിട്ട് എന്ത് ചെയ്യും, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വരും. റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4-5 മാസമാണ് ഫേസ് 1 എക്സാമിലോട്ട് സമയം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ അവർ എന്താ പറയുന്നത്, അവർ പറയുന്നുണ്ട്, പ്ലീസ് റെഫർ യുവർ ലെറ്റർ 13/5/2026 regarding demand to urgent recruitment vacant post of ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ പല പോസ്റ്റുകൾ എന്ത് ചെയ്യും, ഒരുപാട് വാക്കൻസികളുണ്ട്. ആ വാക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ആണ് നടത്തുന്നുണ്ട്, FCI നടത്തുന്നുണ്ട് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസ് അവർ കഴിഞ്ഞ മാസം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു നോട്ടീസ് കൊണ്ട് നമുക്ക് എന്ത് ഉറപ്പിക്കാം, എന്തായാലും FCIയുടെ വലിയൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നമുക്ക് കിട്ടി. അപ്പൊ നോട്ടിഫിക്കേഷൻ ഇനി എപ്പോൾ വരും എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. മേ ബി നമുക്ക് ഈ ഓഗസ്റ്റിലോ അല്ലെങ്കിൽ അടുത്ത മാസം സെപ്റ്റംബറിലൊക്കെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും. മോസ്റ്റ് പ്രോബബ്ലി ഓഗസ്റ്റ് തന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസിലോട്ടൊക്കെ ഒന്ന് പോകാം. എന്തൊക്കെയാണ് ഇതിന്റെ ബാക്കിയുള്ള എക്സാം, എന്തൊക്കെയാണ് പോസ്റ്റ് ഒക്കെയാണ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്ന ആരാന്ന് വെച്ചാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നേരിട്ടാണെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്ത്. സാധാരണ ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു കോർപ്പറേഷൻ. സ്വാഭാവികമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ജോബുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊതുവെ SSC വെബ്സൈറ്റ്, SSCന്റെ അണ്ടറിലുള്ള UPSC നടത്തുന്ന സമയം, അല്ലെങ്കിൽ റെയിൽവേക്ക് തന്നെ RRB ബോർഡുകളൊക്കെ ഉണ്ട്. പക്ഷെ FCIന്റെ ഈ പിന്നെ റിക്രൂട്ട്മെന്റ്, ഈ വാക്കൻസി പോസ്റ്റ് ഫിൽ ചെയ്യാനുള്ള റിക്രൂട്ട്മെന്റ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നേരിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം ഇത് ഈ ഒരു പിന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് എന്നുള്ളതാണ്. നെയിം ഓഫ് ദ എക്സാം എന്ന് പറഞ്ഞാൽ FCI റിക്രൂട്ട്മെന്റ് 2026 ആണ് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു FCI നേരിട്ട് നടത്തുന്ന എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ് എല്ലാം എവിടെയായിരിക്കും, അവരുടെ FCIന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് fci.government.in എന്നാണ് വെബ്സൈറ്റ് ആണ്. കാരണം ഈ അപ്ലിക്കേഷൻ പ്രോസസ് എല്ലാം എന്താണ്, ഓൺലൈൻ ആണ്. ആ വെബ്സൈറ്റിൽ കയറി നമ്മൾ അവർ പറയുന്ന ഡീറ്റെയിൽസ് അടിച്ച് പിന്നെ ഡോക്യുമെന്റ് എല്ലാം ഫിൽ ചെയ്ത് ഡോക്യുമെന്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഓൺലൈൻ പ്രോസസ് ആണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് FCIന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്, പിന്നെ വെബ്സൈറ്റിലൂടെയാണ് അത് നടക്കുക. പിന്നെ ടോട്ടൽ എത്ര വാക്കൻസിയിലോട്ടാണ് ഈ എക്സാം നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഇൻഫർമേഷൻ പ്രകാരം 33,566 വേക്കൻസിയിലോട്ടാണ് ഇനി എക്സാം നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് മൾട്ടിപ്പിൾ പോസ്റ്റിലോട്ടാണ് ഈ എക്സാം നടക്കുന്നത്. അതായത് കാറ്റഗറി 2 ആൻഡ് 3 പോസ്റ്റിലോട്ട്. കാറ്റഗറി 2, 3 പോസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ജോബുകളിൽ തന്നെ ഗ്രൂപ്പ് A, B, C, D എന്ന 4 കാറ്റഗറി ഉണ്ട്. അത് ABCD എന്ന്, AB എന്ന് പറഞ്ഞ ഗസ്റ്റഡ് പോസ്റ്റും CD എന്ന് പറഞ്ഞ നോൺ ഗസ്റ്റഡ്. അപ്പൊ അതേപോലെയാണ് ഗ്രൂപ്പ് B എന്നതിന്റെ അതേപോലെയുള്ള പോസ്റ്റ് കാറ്റഗറി 2. ഗ്രൂപ്പ് C എന്ന് പറയുന്ന അതേ കാറ്റഗറിയിലാണ് കാറ്റഗറി 3 എന്ന് പറഞ്ഞത്. അത് കാറ്റഗറി 2 എന്ന് പറയുന്ന ഒരു മാനേജീരിയൽ പോസ്റ്റ് ആണ്. കാറ്റഗറി 3 എന്ന് പറയുന്നത് കുറച്ചുകൂടി ക്ലറിക്കൽ പോസ്റ്റുകളാണ് വരുന്നത്. അപ്പൊ ഇത്രയും ഈ കാറ്റഗറി 2ന്റെ അണ്ടറിലും 3ന്റെ അണ്ടറിലുള്ള മൾട്ടിപ്പിൾ പോസ്റ്റിലോട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതിന്റെ എല്ലാം ടോട്ടൽ ഓവർ വാക്കൻസിയാണ് 33,566 എന്ന് പറയുന്നത്. ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് എക്സാം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. ഇപ്പൊ നമ്മൾ
SSC എക്സാം ഒക്കെ എഴുതാൻ പോകാറുണ്ട്, RRB എക്സാം ഒക്കെ എഴുതാൻ പോകാറുണ്ട്. അതേ പാറ്റേണിൽ നടക്കുന്ന ഒരു ടെസ്റ്റാണ് FCയുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് എക്സാം എന്ന് പറയുന്നത്. സെയിം ഇതിന്റെ ഫേസ് 1 നോക്കുകയാണെങ്കിൽ നമ്മുടെ SSC RRBന്റെ സെയിം സിലബസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്കിൽ ടെസ്റ്റ്. ഇത് എല്ലാ പോസ്റ്റിലോട്ടും ഇല്ല, കാരണം ചില പോസ്റ്റുകൾ, ആവശ്യമായ പോസ്റ്റുകൾക്ക് മാത്രമാണ് സ്കിൽ ടെസ്റ്റ് ഉള്ളൂ. പിന്നെ ഇന്റർവ്യൂ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. ഇത്രയും സ്റ്റേജിലൂടെയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടക്കുന്നത്. ഇനി നമ്മൾ ടോട്ടൽ വാക്കൻസി നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 33,566 വാക്കൻസിയാണ്. ഇതിൽ 6,221 വാക്കൻസികൾ എന്ന് പറയുന്നത് കാറ്റഗറി 2 വരുന്ന പോസ്റ്റുകൾക്കാണ്. കാറ്റഗറി 2 വരുന്ന പോസ്റ്റുകൾ എന്ന് പറഞ്ഞ് മാനേജീരിയൽ പോസ്റ്റ്, FCI ഗോഡൌണിലെ മാനേജർ, അതിൽ നിന്ന് പല കാറ്റഗറിക്കാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇനി കാറ്റഗറി 3 ഉണ്ട്, അത് അസിസ്റ്റന്റ് ആൻഡ് ക്ലറിക്കൽ പോസ്റ്റുകളാണ് അതിന്റെ അണ്ടറിൽ വരുന്നത്. അതിലോട്ടാണ് 27,345 വാക്കൻസികളാണ് ഈ കാറ്റഗറി 3 വരുന്നത്. അങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടി ടോട്ടൽ 33,566 വാക്കൻസികളാണ് എന്നതാണ്. അപ്പൊ ഇത്രയും വലിയൊരു വാക്കൻസിയിലോട്ടാണ് പൊതുവെ എക്സാം നടക്കുന്നത്. പൊതുവെ നമ്മൾ എക്സാമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ ഇത്രയും വലിയ വാക്കൻസിയുടെ എക്സാം നടക്കുന്നത് വളരെ കുറവാണ്. പിന്നെ FCIന്റെ ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ FCI ഗോഡൌൺ, അങ്ങനെ FCIയുമായി ബന്ധപ്പെട്ടുള്ള രീതിയിലോട്ടാണ് ഈ റിക്രൂട്ട്മെന്റ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിന് ഒരുപാട് FCIയുടെ ഓഫീസുകളും ഗോഡൌണുകളുണ്ട്. 33,000 വാക്കൻസി എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ കേരളത്തിന് ചിലപ്പോൾ 800-900 വാക്കൻസികളൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമ്മളൊക്കെ ഈ കേരളത്തിന് പോകുന്ന ആളുകളാണ്, കേരളത്തിന് എക്സാം എഴുതുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയാൽ തന്നെ കേരളത്തിൽ തന്നെ നല്ലൊരു പാക്കേജ് ഗവൺമെന്റ് ജോലി കിട്ടുന്ന ഒരു എക്സാം ആണ് ഇത് എന്ന് പറയാം. ഇപ്പൊ മാനേജീരിയൽ പോസ്റ്റ് ഒക്കെ ആയിട്ട് തുടക്കത്തിൽ തന്നെ 70,000-80,000 സാലറി കിട്ടുന്ന ജോബുകളാണ്. ക്ലറിക്കൽ പോസ്റ്റുകളാണെങ്കിൽ കാറ്റഗറി 3 വരുന്ന പോസ്റ്റുകളാണെങ്കിൽ തുടക്കത്തിൽ തന്നെ 40,000 ശമ്പളം കിട്ടുന്ന ജോബുകളാണ്. അപ്പോൾ തുടക്കത്തിൽ നല്ല ശമ്പളത്തിൽ ഒരു ഗവൺമെന്റ് ജോലി കേരളത്തിൽ തന്നെ കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഒരു എക്സാം ആണ് ഈ FCIയുടെ വരാൻ പോകുന്ന ഒരു എക്സാം എന്ന് പറയാം. അപ്പോൾ കുറെ ഗവൺമെന്റ് ജോബിലൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഇതൊരു സുവർണ അവസരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ടൊക്കെ നമുക്കൊന്ന് പോയി നോക്കാം. ഇനി എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും, എത്രയായിരിക്കും എക്സാം ഫീ എന്നുള്ളത്. ഇപ്പോൾ ഒരു കോമൺ എക്സാക്ട് ഫീ എന്ന് പറയുന്നത് 800 രൂപയാണ്. ഇത് എല്ലാവർക്കും ഈ ഫീ വരുന്നില്ല. ഫീ വരുന്ന ആളുകൾ എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിയും OBCയും EWSഉം ഇവർക്ക് മാത്രമാണ് ഫീ വരുന്നത്. ഇവരെന്ത് ചെയ്യണം? 800 രൂപ അപ്ലിക്കേഷൻ ഫീ അടക്കണം. 800 രൂപ കൊടുക്കുന്നതും എന്താണ് ഒരു നഷ്ടക്കച്ചവടമല്ല എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കും. അത്രയും വലിയ വാക്കൻസിയോടുള്ള റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അപ്പൊ 800 നമുക്ക് വലിയൊരു ഫീസ് അല്ല എന്ന് പറയേണ്ടി വരും. 800 പ്ലസ് പിന്നെ ബാങ്ക് ചാർജൊക്കെ വരും. അല്ലാണ്ട് വരുന്നതാണ് 800 രൂപ എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് ചാർജിന് വരും ചിലപ്പോൾ 850-900 ഫീസ് ആയിട്ട് വരും എന്നുള്ളത്. ഇതിൽ ഫീസ് കൊടുക്കാത്ത അല്ലെങ്കിൽ ഫീസ് ആവശ്യമില്ല, ഫീസിന്റെ ആ കാറ്റഗറി പെടാത്ത ആളുകൾ എന്ന് പറയുന്നത് SC, ST, PWD അതുപോലെ വുമൺ, ഇവർക്ക് എന്തില്ല ഈ അപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഫീസ് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഫീസ് വരുന്ന 800 രൂപയാണ്. അത് ജനറൽ കാറ്റഗറിയും OBCയും EWSയാണ് ഫീസ് ഉള്ളൂ. വുമൺസൊക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ കൊടുക്കുന്ന ഫീസ് ഇല്ല, കുറച്ച് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അതെന്താണ് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം എല്ലാവരും എന്ത് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യാം. ഇനി നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു 2 കാറ്റഗറിയിലുള്ള പോസ്റ്റുകളിലോട്ടാണ് എക്സാം നടത്തുന്നത്, കാറ്റഗറി 2ഉം കാറ്റഗറി 3യും. കാറ്റഗറി 2 എന്ന് പറയുന്നത് മാനേജീരിയൽ പോസ്റ്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മാനേജർ പോസ്റ്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൂടി നമുക്ക് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അതിൽ ഏജ് ലിമിറ്റ് വരുന്നത് മാനേജർ, ജനറൽ, മൂവ്മെന്റ്, അങ്ങനെ പല ടൈപ്പ് ഇതുണ്ട്. അവർക്കൊക്കെ ജനറൽ കാറ്റഗറിയിലുള്ള ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ്, ജനറൽ ഏജ് ലിമിറ്റ്. ഈ മാനേജർ ഹിന്ദി എന്നത് അത് ലാംഗ്വേജ് സ്കില്ലുള്ള ആളുകൾക്ക് കുറച്ച് വാക്കൻസി വരുന്നുണ്ട്. ഹിന്ദി ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ ചെയ്യാം, അത് ഹിന്ദി മാസ്റ്റേഴ്സും ഇംഗ്ലീഷ് ലാംഗ്വേജും കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് കുറച്ച് വാക്കൻസി വരുന്നുണ്ട്. അവർക്ക് കുറച്ച് പിന്നെ വർക്ക് എക്സ്പീരിയൻസ് കൂടി വേണം. അവർക്ക് വരുന്നത് 35 വയസ്സാണ് അവരുടെ ഏജ് ലിമിറ്റ് വരുന്നത്.
ഇത് ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. ഇതിലിപ്പോ റിസർവേഷൻ കാറ്റഗറിയിലേക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് കോമൺലി എല്ലാ എക്സാമിലും വരുന്ന പോലെ തന്നെ ഇവിടെ അപ്ലിക്കബിൾ ആണ്. OBC ആണ് എന്നുണ്ടെങ്കിൽ 3 വർഷം റിലാക്സേഷൻ കിട്ടും. SC/ST ആണെങ്കിൽ 5 വർഷം റിലാക്സേഷൻ കിട്ടും. PWBD ആണെങ്കിൽ PWBD പല കാറ്റഗറിയിൽ 10 to 15 ഇയേഴ്സ് വരെ റിലാക്സേഷൻ ഉണ്ട്. അതിന് പല കാറ്റഗറി, ഓരോ കാറ്റഗറിക്കും ഓരോ റിലാക്സേഷൻ ആണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഈ മാനേജർ പോസ്റ്റിലോട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അതിൽ മാനേജർ എന്ന് പറഞ്ഞു പല കാറ്റഗറിയിലെ മാനേജറിലോട്ട് എക്സാം നടക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ആണ് ഒരു ജനറൽ പോസ്റ്റ് എന്ന് പറയുന്നത്. മാനേജർ ജനറൽ ഡിപ്പോ ആൻഡ് മൂവ്മെന്റ്. അത് വലിയ ടെക്നിക്കൽ പിന്നെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പിന്നെ ഒരു പോസ്റ്റാണ്. അതിലോട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഏതൊക്കെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാം എന്നാണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി, നമ്മുടെ ഇന്ത്യയിലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായാൽ, എങ്ങനെ പാസ്സാണ്, 60% മാർക്കോടെ പാസ്സായ ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ജനറൽ കാറ്റഗറിയിലെ മാനേജർ എന്ന് പറയുന്ന പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാം. അത് ഇനിയിപ്പോ ഈ ഡിഗ്രി ഇല്ല, CA അല്ലെങ്കിൽ ICWA CS, അതിൽ ഈ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്കും ഈ മാനേജർ ജനറൽ ഡിപ്പോ മൂവ്മെന്റിലോട്ട് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇനി മാനേജർ ടെക്നിക്കൽ ഉണ്ട്, ടെക്നിക്കൽ നോളജ് ഉള്ള കുറച്ച് പോസ്റ്റുകളുണ്ട്, മാനേജർ പോസ്റ്റുകളുണ്ട്. അതൊക്കെ ആർക്ക് അപ്ലൈ ചെയ്താൽ അഗ്രികൾച്ചറിൽ ബാച്ചലർ ഓഫ് സയൻസ് ഡിഗ്രിയുള്ള ആളുകളാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഫുഡ് സയൻസ് റിലേറ്റഡ് ഫീൽഡിൽ BTechോ അല്ലെങ്കിൽ BEയോ ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ മാനേജർ ടെക്നിക്കൽ പോസ്റ്റിലോട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഇനി മാനേജർ അക്കൗണ്ട് പരമായിട്ടുള്ള കുറച്ച് റിലേറ്റഡ് മാനേജർ പോസ്റ്റുകളുണ്ട്. അതൊക്കെ ആർക്കൊക്കെ അപ്ലൈ ചെയ്താൽ ഈ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രികളോ PGകളോ ഉള്ള ആളുകളാണ് എന്നുള്ളത്. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതുപോലെ ബന്ധപ്പെട്ട് ബാക്കി മറ്റെന്തെങ്കിലും ക്വാളിഫിക്കേഷൻ BCom വിത്ത് MBA ഫിനാൻസ് ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്ത് അപ്ലൈ ചെയ്യാം, ഈ മാനേജർ അക്കൗണ്ട്സിലോട്ട് അപ്ലൈ ചെയ്യാം. ഇവിടെ നോക്കുക, ഈ അഗ്രികൾച്ചറിലൊക്കെ പഠിച്ച ഒരുപാട് ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. അവർക്കൊക്കെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഈ മാനേജർ ടെക്നിക്കൽ പോസ്റ്റിലോട്ട് ആര് മാത്രമേ കോമ്പീറ്റ് ചെയ്യുള്ളൂ, ഒന്നെങ്കിൽ അഗ്രികൾച്ചർ പിന്നെ BSLO അല്ലെങ്കിൽ ഫുഡ് സയൻസ് റിലേറ്റഡ് BTech BE ഉള്ളവർ മാത്രമാണ് ആ ഒരു പോസ്റ്റിൽ കോമ്പീറ്റ് ചെയ്യുള്ളൂ. ഈ മാനേജർ അക്കൗണ്ട്സ് ആണെങ്കിൽ എന്താണ്, ഒന്നെങ്കിൽ CA അങ്ങനത്തെ ക്വാളിഫിക്കേഷൻ ആളുകളോ, അല്ലെങ്കിൽ BCom വിത്ത് MBA ഫിനാൻസ് ഉള്ള. അപ്പോൾ ആ പോസ്റ്റിലോട്ടൊക്കെ എന്താണ് ഈ കോമ്പറ്റീഷൻ കുറവായിരിക്കും. കാരണം ആ ക്വാളിഫിക്കേഷൻ ആളുകൾ തന്നെ കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ നല്ലൊരു ചാൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ജനറൽ ആണെങ്കിൽ ഒരുപാട് പേരുണ്ടാവും, പക്ഷേ ഈ ടെക്നിക്കൽ പോസ്റ്റിലോട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്വാളിഫിക്കേഷനുള്ള പോസ്റ്റിലോട്ട് പിന്നെ ആ ക്വാളിഫിക്കേഷന്റെ പോസ്റ്റിലുള്ള വാക്കൻസിയിലോട്ടുള്ള കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും എന്ന് പറയാം. അതുപോലെ മാനേജർ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഫീൽഡിലുള്ള മാനേജർ പോസ്റ്റുകളുണ്ട്. അത് ഈ റെലവെന്റ് ഫീൽഡിൽ ഡിഗ്രി BTech BE ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റിലോട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ഈ ഫീൽഡിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് അത് എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ലാംഗ്വേജ് സ്കില്ലുള്ള കുറച്ച് പോസ്റ്റുകളുണ്ട്. അത് ഹിന്ദി ലാംഗ്വേജ് സ്കില്ലുള്ള ആൾക്കാർ കുറച്ച് മാനേജീരിയൽ പോസ്റ്റുകളുണ്ട്. അവർക്ക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹിന്ദി ലാംഗ്വേജ് മാസ്റ്റേഴ്സ്, കൂടെ എന്ത് വേണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ലും വേണം, 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അങ്ങനെയുള്ളവർക്ക് മാനേജർ ഹിന്ദി എന്ന് പറയുന്ന പോസ്റ്റിലോട്ടും അപ്ലൈ ചെയ്യും. ഇതാണ് SC വിളിക്കാൻ പോകുന്ന റിക്രൂട്ട്മെന്റ് മാനേജർ പോസ്റ്റിലോട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്ക് നോക്കാം. ഇനി പലരുടെ സംശയമാണ് എത്ര രൂപ എന്ത് കിട്ടും, സാലറി കിട്ടും എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ കംപ്ലീറ്റ്ലി ഈ FC വിളിക്കാൻ പോകുന്ന FCA റിക്രൂട്ട്മെന്റ് മാനേജർ പോസ്റ്റിലോട്ടുള്ള ഡീറ്റെയിൽസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ എന്ത് പറയും, ഈ അസിസ്റ്റന്റ് ഗ്രേഡ് 3 അല്ലെങ്കിൽ കാറ്റഗറി 3 ആ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ മാനേജർ പോസ്റ്റിന്റെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 40,000 മുതൽ 1,40,000 വരെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ടിങ് പോകുന്ന ആളുകളാണ് ഇൻ ഹാൻഡ് എത്ര കിട്ടും, 70,000 to 1 lakhന്റെ അടിയിലായിരിക്കും അവരുടെ ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുന്ന ഒരു ജോലിയാണ് FCയിലെ മാനേജർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ആ ഏജ് ലിമിറ്റിന്റെ ഉള്ളിൽ പെടുന്ന ആളുകളും ആ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെങ്കിൽ മസ്റ്റ് ആയിട്ട് പിന്നെ റിക്രൂട്ട്മെന്റ്
ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം കിട്ടാൻ ഇത്രയും വലിയ വാക്കൻസികൾ ആയതുകൊണ്ട് അത്യാവശ്യം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആവുന്ന ഒരു ജോലിയാണ് എഫ്.സിയുടെ മാനേജർ പോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്, ഇപ്പൊ മാനേജർ പോസ്റ്റുകളുടെ സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എക്സാം ആണ്. എക്സാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഓൺലൈൻ എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഇപ്പൊ SSC എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിരിക്കും ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അതുപോലെ റെയിൽവേ എക്സാമിനൊക്കെ ട്രൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കും. PSC UPSC പഠിക്കുന്ന ആളുകളാണ് പിന്നെ ഓഫ്ലൈൻ എക്സാമുകൾ എഴുതാൻ പോകുന്ന ആളുകൾ. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഓൺലൈൻ എക്സാം എഴുതാനായിരിക്കും. അപ്പൊ അതേ പാറ്റേൺ നടക്കുന്ന ഒരു എക്സാമാണ് ഈ ഒരു എഫ്.സിയുടെ റിക്രൂട്ട്മെന്റ് എക്സാം എന്ന് പറയുന്നത്. ഇത് രണ്ട് ഫേസ് ആയിട്ടാണ് എക്സാം നടക്കുക. ഫേസ് 1ഉം ഫേസ് 2 എന്ന് പറയുന്നത്. അതിൽ ഫേസ് 1 എന്ന് പറയുന്നത് ഒരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ഫേസ് 2ലോട്ട് സെലക്ട് ചെയ്യുന്ന ഒരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. അത് നമ്മൾ ഫൈനൽ ഒരു റാങ്ക് ലിസ്റ്റ് ഒക്കെ തീരുമാനിക്കുമ്പോൾ നമ്മൾ മാർക്ക് തീരുമാനിക്കുള്ളൂ. അതിൽ ഫേസ് 1ന്റെ എക്സാം, ഫേസ് 1ലെ മാർക്ക് ഡിസൈഡ് ചെയ്യുക. ഫേസ് 2 ആണ് നമ്മുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജോലി കിട്ടുമോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു മാർക്കൊക്കെ വരുന്ന ഫേസ് 2 എക്സാം ആണ് എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. അത് രണ്ട് ഫേസ് ആയിട്ടാണ്, ഫേസ് 1ഉം ഫേസ് 2ഉം. ഫേസ് 1 ക്വാളിഫൈങ് നേച്ചർ ആണ്. ഫേസ് 2 എന്ന് പറയുന്നത് മാർക്ക് ഡിസൈഡിങ്, കുറച്ചുകൂടി നമ്മുടെ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന എക്സാമാണ് എന്നതാണ്. പിന്നെ സെക്കൻഡ് വരുന്ന ഇന്റർവ്യൂ ആണ്. ഇന്റർവ്യൂ സ്കിൽ ടെസ്റ്റും ട്രെയിനിങ്ങും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും വരുന്നുണ്ട് എന്നുള്ളത്. ഇത്രയാണ് ഈ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ CPT, ഇനിയിപ്പോ പ്രധാനമായിട്ട് എല്ലാവർക്കും സംശയം, ഇപ്പൊ നമ്മൾ എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത്, അതിന്റെ വെയിറ്റേജുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഫേസ് 1 എക്സാം എന്ന് പറയുന്നത് എല്ലാ പോസ്റ്റിലോട്ടും എന്താണ് കോമൺ ആണ്. കാരണം അത് പ്രിലിമിനറി ടൈപ്പ് ആണ്, ഒരു ക്വാളിഫൈ നേച്ചർ ആണ്. ഇത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടയറിലാണ് അവരുടെ ടെക്നിക്കൽ നോളേജുകളും എല്ലാം തെളിയിക്കേണ്ട ഒരു ലെവൽ സെക്കൻഡ് ഫേസിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് എല്ലാ മാനേജീരിയൽ പോസ്റ്റിലോട്ടും ടൈമാണ്. അപ്പൊ ഫസ്റ്റ് ഫേസ് എക്സാം എന്ന് പറയുന്നത് ടോട്ടൽ 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എക്സാം, 60 മിനിറ്റ് ആണ് ടോട്ടൽ എക്സാം എന്ന് പറയുന്നത്. 100 ക്വസ്റ്റ്യൻ ആണ്, 100 മാർക്കാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കാണ്. നെഗറ്റീവ് ഉണ്ട്, 1/4 ആണ്. 1/4 ആണ്. അതായത് 4 ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് പോകുന്ന ലെവലിലാണ് ഫസ്റ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. ഇത് 4 സെക്ഷൻ ആയിട്ടാണ് ഈ എക്സാം. അതിൽ ഫസ്റ്റ് സെക്ഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. നമ്മുടെ ലാംഗ്വേജിന്റെ സ്കില്ലാണ് അവിടെ നോക്കുന്നത്. ടോട്ടൽ 25 ക്വസ്റ്റ്യൻ ആണ്, 25 മാർക്ക്, 15 മിനിറ്റ്. എല്ലാ സെക്ഷനും ഒരേ വെയിറ്റേജ് ആണ്, ഒരേ ടൈമിംഗ് ആണ്. അപ്പം ഇംഗ്ലീഷിന് 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, 15 മിനിറ്റ്. അതുപോലെ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ മാത്സും മറ്റു റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്കിൽ നോളജ് ആണ് അവിടെ നോക്കുന്നത്. അതും 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, 15 മിനിറ്റ്. റീസണിങ് അബിലിറ്റി ആണ് നോക്കുന്നത്. നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ആണ് അവിടെ പ്രധാനമായിട്ട് നോക്കുക. അതും 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, അതുപോലെ തന്നെ 15 മിനിറ്റ്. പിന്നെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് പിന്നെ ഉള്ളത്. അതും 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്, 15 മിനിറ്റ്. അങ്ങനെ ടോട്ടൽ 100 ക്വസ്റ്റ്യൻ, 100 മാർക്ക്, 60 മിനിറ്റ് നീണ്ടുന്ന ഒരു എക്സാമാണ് ഫേസ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ക്വാളിഫൈ ആവുന്ന ആളുകൾ ഇതിന് കട്ട് ഓഫ് ഉണ്ടാവും. മേ ബി ഒരു 50-60 കട്ട് ഓഫ്, 60-70 ആ ലെവലിലാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പൊ അത് കയറുന്ന ആളുകൾ എന്ത് ചെയ്യും, ഫേസ് 2 ലെവൽ എന്ത് ചെയ്യും, സെലക്ട് ആവും എന്നുള്ളതാണ്. ഇനി ഫേസ് 2ന്റെ എക്സാം പാറ്റേൺ നമുക്കൊന്ന് നോക്കാം. ഫേസ് 2 മൾട്ടിപ്പിൾ പേപ്പേഴ്സ് ആണ്. ടോട്ടൽ 4 പേപ്പേഴ്സ് ആണ്. പക്ഷെ ഈ 4 പേപ്പേഴ്സും എല്ലാ മാനേജറിയൽ പോസ്റ്റും എല്ലാം ആവശ്യമില്ല എന്നുള്ളത്. അതിൽ പേപ്പർ 1 ഉണ്ട്. പേപ്പർ 1 കോമൺ, എല്ലാ പോസ്റ്റിലോട്ടും കോമൺ ആയിട്ടുള്ളതാണ് പേപ്പർ 1 എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മാനേജീരിയൽ പോസ്റ്റിന്റെ എക്സാമിന്റെ പാറ്റേൺ ആണ് നോക്കുന്നത്. അതിൽ പേപ്പർ 1 എന്ന് പറയുന്നത് എല്ലാ പോസ്റ്റിലോട്ടും കോമൺ ആണ്. ആ ടോട്ടൽ 120 മാർക്സിനാണ് എന്ത് ചെയ്യുന്നത്, ഈ എക്സാം നടക്കുന്നത്. 90 മിനിറ്റ് ആണ് ഈ എക്സാമിന്റെ ടൈം എന്ന് പറയുന്നത്. ഇത് എല്ലാ പോസ്റ്റിലോട്ടും കോമൺ ആണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ജനറൽ കാറ്റഗറിയിലുള്ള മാനേജീരിയൽ പോസ്റ്റ് ഉണ്ടല്ലോ, അവർക്ക് ഈ പേപ്പർ 1 മാത്രം എഴുതിയാൽ മതി.
ബാക്കിയുള്ള ടെക്നിക്കൽ അല്ലെങ്കിൽ സ്പെഷ്യൽ നോളജ് മാനേജ് ചെയ്യുന്ന പ്രശ്നം ഉണ്ടല്ലോ, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പോസ്റ്റുകൾക്കും അക്കൗണ്ട്സുകൾക്കും അവർക്ക് വേറെ കുറച്ച് പേപ്പേഴ്സ് പേപ്പർ 2 വേറെ വരുന്നുണ്ട് അവിടെ ഉണ്ടാവും. പിന്നെ പേപ്പർ 3ഉം 4ഉം ഉണ്ട്. അത് വരുന്നത് നമ്മളെ ഹിന്ദി ലാംഗ്വേജ് സ്കില്ലുള്ളവർക്ക് മാത്രം 3ഉം 4ഉം വരുന്നത്. അപ്പോൾ പേപ്പർ ജനറൽ കാറ്റഗറിയിലോട്ട് അപ്ലൈ ചെയ്ത ആളുകളാണ് ഫേസ് 2 പേപ്പർ 1 മാത്രം എഴുതിയാൽ മതി. 120 മാർക്കാണ്, 90 മിനിറ്റ് ആണ് ടോട്ടൽ ടൈമിംഗ് എന്ന് പറയും. പ്രധാനമായിട്ടും ജനറൽ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയർ, പിന്നെ കമ്പ്യൂട്ടർ നോളജ് കൂടി ഇവിടെ നോക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഫേസ് 2-ലെ പേപ്പർ 1-ന്റെ ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇനി പേപ്പർ 2 ഫേസ് 2-ല് പേപ്പർ 2 എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. പേപ്പർ 2 നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ 120 മാർക്കിനാണ്. പക്ഷെ 60 ക്വസ്റ്റ്യൻസേ ചോദിക്കുന്നുള്ളൂ. അത് ക്വസ്റ്റ്യൻ 2 മാർക്കാണ്. 60 മിനിറ്റ്, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന എക്സാം ആണ്. ഇത് പ്രധാനമായിട്ടും അവർ ഏത് ഫീൽഡാണ് ചൂസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അക്കൗണ്ട്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുള്ള ഒരു എക്സാം ആണ് പേപ്പർ 2-ല് വരുന്നത്. ഇനി അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള യൂസ് ആ ഒരു മാനേജ് ചെയ്ത പോസ്റ്റാണ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. ഇനി എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതുപോലെ അഗ്രികൾച്ചർ, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, അക്കൗണ്ട്സ് പോലത്തെ ടോപ്പിക്സ് ആണ്. അപ്പൊ നമ്മൾ ഏത് ട്രേഡാണ്, ഏത് പോസ്റ്റിലോട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിരിക്കും പേപ്പർ 2-ൽ നമുക്ക് എന്ത് ചെയ്യാം അവൈലബിൾ ആവുക എന്നുള്ളതാണ്. ഇനി പേപ്പർ 3ഉം 4ഉം നമുക്ക് നോക്കാം. പേപ്പർ 3 ആണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 90 മിനിറ്റ് ആണ് ക്വസ്റ്റ്യൻസ് നടക്കുന്നത്. പ്രധാനമായിട്ടും ലാംഗ്വേജ് സ്കില്ലാണ് ഇവിടെ നോക്കുക. ലാംഗ്വേജ് സ്കില്ലും കമ്പ്യൂട്ടർ നോളജ്, TK, ജനറൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കുറച്ച് പിന്നെ നമ്മളെ IT ഒക്കെ ചെക്ക് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പേപ്പർ 3-ൽ ചോദിക്കുന്നത്. പ്രധാനമായിട്ടും മാനേജർ ഹിന്ദി ചൂസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് പേപ്പർ 3 ഇടേണ്ടതുള്ളൂ എന്നുള്ളതാണ്. ഇനി അടുത്ത് നോക്കുന്നത് പേപ്പർ 4 ആണ്. പേപ്പർ 4 പ്രധാനമായിട്ടും നമ്മുടെ ലാംഗ്വേജ് സ്കില്ലാണ്. അത് സബ്ജക്റ്റീവ് ടെസ്റ്റ് ആണ്. അതായത് നമ്മളെ ട്രാൻസ്ലേഷൻ ആണ് പ്രധാനം. ഹിന്ദി ഇംഗ്ലീഷിലോട്ടുള്ള നമ്മുടെ ആ ലാംഗ്വേജ് സ്കില്ല് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ആണ് പേപ്പർ 4 എന്ന് പറയുന്നത്. 120 മാർക്കിനാണ്. കുറച്ച് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 90 മിനിറ്റ് ആണ് അതിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. ഇതാണ് FCI മാനേജീരിയൽ പോസ്റ്റിലോട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് പോസ്റ്റിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് നോക്കാനുള്ളത്. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വെബിനാറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 22 ശനിയാഴ്ചയാണ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി